ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീക്കിലി അനാലിസിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഈ മാസവും കഴിഞ്ഞിരിക്കുകയാണ്. ഫെബ്രുവരി കഴിഞ്ഞപ്പോഴും പ്രൈസ് നല്ല ബുള്ളിഷാണ്. നമുക്ക് ഏകദേശം ഫെബ്രുവരി വന്ന ആദ്യം പ്രൈസ് നല്ലൊരു ബി എച്ചിലേക്ക് വന്നു. നമുക്ക് നല്ലൊരു പി ഒയിലൊക്കെ പ്രൈസ് വന്ന് ട്രിഗറായി പ്രൈസ് കയറിയിട്ട് നമ്മുടെ ടാർഗറ്റ് ഏതാണ്? ഏറ്റവും ഹൈ ആണ് അല്ലേ? ഏകദേശം 5600 നമ്മുടെ ടാർഗറ്റ്. അപ്പോൾ ഈ മാസം പ്രൈസ് വന്ന് ഏകദേശം 400 വരെ 4400 വരെ പ്രൈസ് വന്നായിരുന്നു. ഏകദേശം പ്രൈസ് ഇപ്പം നിൽക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5278. അപ്പോൾ പ്രൈസ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം $850 പ്രൈസ് മൂവ് ചെയ്തിട്ടുണ്ട്. നല്ലൊരു മൂവ്മെന്റ്സ് ആണ്. ഒറ്റ മാസം കൊണ്ട് ഒരു സിംഗിൾ ട്രേഡ് എടുക്കുമ്പോൾ ഇത്രയും വലിയ മൂവ്മെന്റ്സ് ഒക്കെ കിട്ടുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൈസ് പക്ഷേ കഴിഞ്ഞ ആഴ്ച തുടങ്ങിയ സമയത്ത് ഇച്ചിരി ലാഗായിരുന്നു. പ്രൈസിന് പുൾ ബാക്ക് ഒക്കെ എടുക്കാനുള്ള സാധ്യത ഉണ്ടെന്നാണ് വിചാരിച്ചത്. പക്ഷേ നമ്മൾ ഇന്ന് കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മൾ കേൾക്കുന്ന എല്ലാവരുടെയും വീടുകളിൽ വെച്ചിരിക്കുന്ന ന്യൂസും കാര്യങ്ങളും എല്ലാം വാറന്റിയാണ് അല്ലേ? അപ്പൊ ഈ പ്രശ്നം തന്നെയാണ് ഫ്രൈഡേ പ്രൈസ് ഒന്ന് കയറിയത്. ആ ഒരു ഡേ നമുക്ക് ശരിക്കും പറഞ്ഞാൽ നോക്കിയ വീക്കും പ്രൈസ് ബുള്ളിഷ് തന്നെയാണ്. നമുക്ക് ഡേയിലേക്ക് വരാം. ഡേയിലേക്ക് വന്നു കഴിയുമ്പോൾ കഴിഞ്ഞ മൺഡേ ഓൾറെഡി നല്ല, കഴിഞ്ഞ ഫ്രൈഡേയും പ്രൈസ് നല്ല ബുള്ളിഷ് ആയിരുന്നു. അതിനുശേഷം മൺഡേ ബുള്ളിഷ്, മൺഡേ ബുള്ളിഷ് ആയപ്പോൾ ഞാൻ പറഞ്ഞത് കാര്യമാണ്, ബുള്ളിഷ് ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഹൈയൊക്കെ ബോഡി ബ്രേക്ക് ചെയ്യണമെങ്കിൽ പ്രൈസ് കയറി പോകാൻ സാധ്യതയുണ്ട്. പക്ഷെ പിന്നെ പ്രൈസ് ട്യൂസ്ഡേ, വെനസ്ഡേ, തേഴ്സ്ഡേ ഈ 3 ദിവസം പ്രൈസ് ഒരേ റേഞ്ചിൽ തന്നെ. അതുമാത്രമല്ല, ട്യൂസ്ഡേ ഉണ്ടായ ക്യാൻഡിലിന്റെ ഇൻസൈഡ് ആണ് വെനസ്ഡേ ഉണ്ടായത്. അപ്പൊ അതിനേക്കാളും വോളിയം കുറഞ്ഞു. അതിനുശേഷം ടേസ്റ്റ് ഉണ്ടായ ക്യാൻഡിൽ വെനസ്ഡേയുടെ ക്യാൻഡിൽ ഇൻസൈഡ് ആണ്. അപ്പൊ ഒരു വലിയ ഒരു ഇൻസൈഡ് മൂവ്മെന്റ്സ് നടന്നെന്ന് മാത്രമല്ല, മൂവ്മെന്റ്സ് കുറഞ്ഞത്. ഇങ്ങനെ വരുമ്പോൾ നല്ലൊരു പുൾ ബാക്ക് വരാൻ സാധ്യതയുണ്ട്. നല്ലൊരു ബൈക്ക് എടുക്കാനായിട്ട് നിൽക്കുകയാണ്. ആ സമയത്താണ് ഈ ന്യൂസിന്റെ വന്നു. പക്ഷെ ന്യൂസിന്റെ വന്നെങ്കിലും ഞാൻ പറയണമെങ്കിൽ ഏകദേശം ഒരു $100 ഓപ്പൺ ചെയ്തതിന്റെ അവിടുന്ന് പ്രൈസ് കയറിപ്പോയേക്കുന്നത്. അപ്പോൾ വലിയ രീതിയിലൊന്നുള്ള മൂവ്മെന്റ്സ് ഒന്നും ഉണ്ടായില്ല. അപ്പൊ ഇനി എങ്ങനെയായിരിക്കും എന്നാണ് പല ആൾക്കാരുടെയും കൺഫ്യൂഷൻ. ശരിക്കും പറഞ്ഞാൽ വാറിന് നല്ല രീതിയിൽ സാറ്റർഡേ, സൺഡേ ആയിട്ട് നല്ല അപ്ഡേഷനും കാര്യങ്ങളും അതിൽ വരുന്നുണ്ട്. ഒരുപാട് പ്രശ്നങ്ങൾ വരുന്നുണ്ട്. അപ്പൊ നമ്മൾ വാറിനെ കുറിച്ച് ഞാൻ ഇതിനകത്തധികം പറയുന്നില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമുക്ക് താല്പര്യമില്ലാത്തൊരു കേസ് തന്നെയാണ്. അത് നമുക്ക് ഏറ്റവും നല്ലത് സമാധാനമാണ്. എല്ലാവരും സമാധാനത്തിന് വേണ്ടിയാണല്ലോ കഷ്ടപ്പെടുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു പ്രശ്നം എങ്ങനെ നമ്മളെ ബാധിക്കുമെന്ന് നമുക്ക് നോക്കാം. നമ്മൾ അത് പറഞ്ഞാൽ മതിയല്ലോ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് നമ്മളെ ഈ ഒരു പ്രോബ്ലം ബാധിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞിട്ട്, നാളെ പ്രൈസ് ഓപ്പൺ ചെയ്യുന്ന നല്ലൊരു ബുള്ളിഷ് ക്യാപ്പിലാണ്. അങ്ങനെ തന്നെ പ്രൈസ് എന്ത് ചെയ്യും? ഏഷ്യൻ, ലണ്ടനൊക്കെ ബുള്ളിഷായി വളരെ ഫാസ്റ്റ് ആയി. ലണ്ടൻ ചിലപ്പോൾ വലിയ മൂവ്മെന്റ്സ് ഇപ്പോൾ ഉണ്ടാകില്ല. അതുകൊണ്ട് ഏഷ്യൻ നല്ല മൂവ്മെന്റ്സ് ഉണ്ടാവും, ലണ്ടൻ കുറവ് മൂവ്മെന്റ്സ് ആയിരിക്കും. അതിന് ശേഷമായിരിക്കും ന്യൂയോർക്ക് ഹൈ മൂവ്മെന്റ്സ് ആയി. ഇതെല്ലാം ഏഷ്യൻ, ന്യൂയോർക്കൊക്കെ പ്രൈസ് നല്ല ബുള്ളിഷിലേക്ക് കയറി പ്രൈസ് നല്ല രീതിയിൽ പോവുകയാണ്. ഇപ്പോൾ ബിൽഡപ്പ് ആയിട്ട് പ്രൈസ് കയറിപ്പോ നമ്മൾ വിചാരിക്കുന്നതിനപ്പുറമായിരിക്കും പ്രൈസ് കയറുന്നത്. അങ്ങനെയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ്, അതായത് പ്രൈസ് ഇവിടെ നിന്ന് കയറി വീണ്ടും ഇങ്ങനെ വന്നു, ചെറിയൊരു പുൾ ബാക്ക് വന്നു, വീണ്ടും പ്രൈസ് കയറി. അത് നമുക്ക് ചിലപ്പോൾ 50 മിനിറ്റിൽ പോലും ചിലപ്പോൾ ഒരു പുൾ ബാക്ക് തരാതെ ആയിരിക്കും പ്രൈസ് കയറിപ്പോകണം. നമുക്കൊന്നും പ്രതീക്ഷിക്കാൻ പറ്റില്ല. ചിലപ്പോൾ പ്രൈസ് എങ്ങനെ കയറുമെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രൈസ് നമ്മൾ വിചാരിക്കുന്ന പോലെ കയറാനുള്ള സാധ്യത. പ്രൈസ് നാളെ ഓപ്പൺ ചെയ്തിട്ട് ഇങ്ങനെ വന്നു, നല്ലൊരു പുൾ ബാക്ക് തന്നു, ഏതെങ്കിലും ഒരു 1 അവറിന്റെയോ അല്ലെങ്കിൽ 50 മിനിറ്റിന്റെ ഓബിയിൽ വന്ന് പ്രൈസ് കയറി പോകാനുള്ള സാധ്യത. പിന്നെ സംഭവിക്കാന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രൈസ് ചിലപ്പോൾ നല്ല രീതിയിൽ കയറി ഏഷ്യയിലും ലണ്ടനൊക്കെ ചിലപ്പോൾ ഇങ്ങനെ ബുള്ളിഷ് ആയിട്ടിരിക്കും. ന്യൂയോർക്ക് വന്നു കഴിയുമ്പോൾ ചിലപ്പോൾ ഒരു നല്ലൊരു പുൾ ബാക്ക് വരും, വീണ്ടും പ്രൈസ് മുകളിലേക്ക് പോകുന്നു, വീണ്ടും പ്രൈസ്, അതായത് പ്രൈസ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിയിൽ താഴേക്കും മുകളിലേക്കും വീണുകൊണ്ടിരിക്കും. അപ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ഒരു മൂവ്മെന്റ്സ് ആണെങ്കിൽ നമുക്ക് ഒരു ട്രേഡ്സ് എടുക്കാൻ പറ്റില്ല. ഇപ്പൊ പ്രൈസ് ബുള്ളിഷിലേക്ക് പോകുന്ന ഉറപ്പായിട്ട് ബൈ എടുത്ത് നിൽക്കുന്ന ആൾക്കാരുണ്ട്. അവർക്കൊക്കെ ഇതൊക്കെ ഭയങ്കര പ്രോബ്ലംസ് ആയിരിക്കും. അല്ല, സേഫ് ആയിട്ട് എടുക്കുന്നത് നമ്മളുടെ SMT ICTയുടെ ഭാഗമായിട്ട് നല്ലൊരു പുൾ ബാക്ക് വന്നു, 50 മിനിറ്റ് 1 അവറിന്റെ ഒക്കെ നല്ലൊരു OPOയിൽ വന്നു, അവിടെ നിന്ന് ട്രേഡ് എടുത്തു, നല്ല മൾട്ടിപ്പിൾ ടാർഗറ്റുകൾ വെച്ച് പ്രോഫിറ്റ് ഒക്കെ നമ്മൾ എടുത്തു പോകുന്നുണ്ടാകും. പക്ഷെ അതും നമുക്ക് പ്രോബ്ലം ഇല്ല. പക്ഷെ ഇങ്ങനെ വരുമ്പോഴത്തേക്കും പ്രൈസ് കയറി പോകുന്നതായിട്ട് കാണിക്കും. വളരെ ഫാസ്റ്റ് ആയിട്ട് പ്രൈസ് താഴേക്ക് വീഴും, വീണ്ടും കയറിപ്പോ. ഇങ്ങനെ പ്രൈസ് നിൽക്കുമ്പോഴുള്ള പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇൻവെസ്റ്റ് ചെയ്യുന്ന ആളുകൾക്ക് ചിലപ്പോൾ നല്ല പ്രോഫിറ്റ് കിട്ടാം. പ്രൈസ് വീണ്ടും വീണ്ടും അവർക്ക് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള പല പൊസിഷനും കിട്ടാം. പ്രൈസ് എന്നിട്ടും കയറിപ്പോ ചിലപ്പോൾ നമ്മൾ വിചാരിക്കുന്നത് പോലെ ഇപ്പോൾ പ്രൈസ് ഓൾറെഡി നല്ല ബുള്ളിഷിൽ തന്നെയാണ് നിൽക്കുന്നത്. ഇനിയും പ്രൈസ് ഹൈയിലേക്ക് പോയിട്ട് ചിലപ്പോൾ അങ്ങനെ ഒരു റേഞ്ചിൽ നിൽക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്രതീക്ഷിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു ദിവസം 200, 300, 400, $500 ഒരു വീഴ്ച വീണിട്ട് ആ പൊസിഷനിൽ നിന്ന് കയറാം. അപ്പോൾ ഈ ആഴ്ച ട്രേഡ് എടുക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കുക. ചെന്നെങ്കിൽ നല്ല ഹൈ വോൾട്ടാലിറ്റി ഉള്ള മൂവ്മെന്റ്സ് ആയിരിക്കും. അല്ലാന്നുണ്ടെങ്കിൽ പ്രൈസ് നല്ല ബുള്ളിഷിലേക്ക് തന്നെ ബിൽഡപ്പ് ചെയ്ത് കയറി പോകുന്നതായിരിക്കും. നമുക്കൊരു പുൾ ബാക്ക് ഉണ്ടായാല, അല്ല ചിലപ്പോൾ ഒരു പുൾ ബാക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ നല്ലൊരു പുൾ ബാക്കിൽ നിന്ന് ട്രേഡ് എടുത്ത് നല്ല രീതിയിൽ എക്സിക്യൂട്ട് ചെയ്ത് പോവുക. കറക്റ്റായിട്ട് സ്റ്റോപ്പ് ലോസും കാര്യങ്ങളും വെച്ച് ട്രേഡ് ചെയ്യേണ്ട ഒരു ആഴ്ചയും കൂടിയാണ്. അപ്പോൾ ഇങ്ങനെ ശ്രദ്ധിച്ച് ട്രേഡ് എടുക്കണമെങ്കിൽ നല്ല പ്രോഫിറ്റ് കിട്ടും. ഞാൻ ബൈ സൈഡ് മാത്രമേ അറിയുന്നുള്ളൂ, സെൽ സൈഡ് പറയുന്നില്ല. ഇപ്പോഴത്തെ നമ്മൾ ടെക്നിക്കൽ പരമായിട്ടാണെന്നുണ്ടെങ്കിലും അതേപോലെ തന്നെ
നമ്മൾ ഫണ്ടമെന്റൽ പരമായിട്ടാണെന്നുണ്ടെങ്കിൽ നോക്കണമെങ്കിൽ പ്രൈസ് ബുള്ളിഷിലേക്ക് പോകണം. നമ്മുടെ ഈ ട്രേഡുകളൊക്കെ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും, ഈ 2 ട്രേഡുകളും നമുക്ക് ടാർഗറ്റിലേക്ക് കിട്ടുന്നതാണ്. അപ്പോൾ നമുക്ക് നേരെ നമ്മളുടെ 4 അവറിലേക്ക് നോക്കാം. 4 അവർ എന്താണ് സംഭവിച്ചത്? കഴിഞ്ഞ മൺഡേ ഒക്കെ പ്രൈസ് നല്ലൊരു ബുള്ളിഷിലേക്ക് പോയി, അതിന് ശേഷം 4 അവറിൽ പ്രൈസ് ഒരു ഐഡിയം എടുത്തു, ആ ഒരു പൊസിഷനിൽ നിന്നാണ് കയറി. പക്ഷെ ആ ഒരു പൊസിഷനിൽ നിന്ന് കയറി നമ്മളിൻ്റെ ടാർഗറ്റ് ഒക്കെ നമുക്ക് കിട്ടി. പക്ഷെ നമ്മൾ പലപ്പോഴും നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ബ്രേക്ക് ഈവനിലൊക്കെ ഹിറ്റ് ചെയ്തിട്ടാണ് പ്രൈസ് പോയത്. പലപ്പോഴും ഈ ഹൈയിലേക്ക് പ്രൈസ് പോകാനുള്ള സാധ്യതയായിട്ടില്ല. നമ്മളിത് ബിൽഡപ്പ് പ്രതീക്ഷ എന്ന് വെച്ചാൽ ഈ ഹൈ ഒക്കെ ബിൽഡ് ചെയ്ത് ഇതേപോലെ തന്നെ ഈ ഒരു 3 ക്യാൻഡിൽ, അതിനുശേഷം ഈ ഒരു 3 ക്യാൻഡിലേക്കാണ് ഇവിടെ പ്രതീക്ഷ. പക്ഷെ അതൊന്നും നടന്നില്ല. വോളിയം ഇല്ലാത്തത് കൊണ്ട് തന്നെയാണ്. അതായത് നല്ലൊരു ഇൻവെസ്റ്റ്മെന്റ് വരുന്നില്ല. ഇപ്പൊ വന്നിരിക്കുന്ന ഇൻവെസ്റ്റ്മെന്റ് ആണെങ്കിൽ ഒരു $100 മൂവ്മെന്റ്സ് നമുക്ക് മാർക്കറ്റിൽ തന്നുള്ളത്. അതൊന്നും കൊണ്ടൊന്നും നമുക്ക് ന്യൂസിന്റെ മൂവ്മെന്റ്സ് ആണ് അല്ലെങ്കിൽ വാറിന്റെ മൂവ്മെന്റ്സ് ആണെന്ന് പറഞ്ഞാൽ നമുക്ക് ഇനിയും ഒരുപാട് ബൈ ചെയ്യാൻ പറ്റില്ല. മൺഡേ മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് എങ്ങനെയൊക്കെ വെക്കുന്നത്, എന്തായാലും പ്രൈസ് കയറി കഴിഞ്ഞാൽ എടുക്കുന്ന ഫുൾ ബാക്ക് എങ്ങനെയാണ് അതനുസരിച്ചായിരിക്കും പ്രൈസ് നല്ല ബുള്ളിഷ് ആണോ ബിയറിഷ് പ്രൈസ് നല്ലൊരു ഫുൾ ബാക്ക് എടുക്കുക അല്ലെങ്കിൽ സൈഡ് വേ ട്രെൻഡ് ആണോ എന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് 1 അവറിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇന്റേണൽ സെറ്റപ്പ് ഒക്കെ വെച്ചിട്ട് നമുക്ക് ചെറിയ ചെറിയ ട്രേഡുകൾ ഉണ്ടായിരുന്നു. നമുക്ക് 50 മിനിറ്റിൽ നിങ്ങൾക്ക് ട്രേഡ് കിട്ടുകയാണെങ്കിൽ 60 മിനിറ്റോ അല്ലെങ്കിൽ സെക്ഷൻ്റെ ഒക്കെ ട്രേഡ് കിട്ടണമെങ്കിൽ നിങ്ങൾക്ക് കഴിഞ്ഞ ആഴ്ച നല്ല അടിപൊളി ട്രേഡുകൾ ഉണ്ടായിരുന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്ര വലിയ ഗംഭീരമായിട്ടുള്ള ട്രേഡുകൾ ഉണ്ടായിരുന്നില്ല. ഈ സൈഡ് വേ ട്രെൻഡ് ആയതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും $10, $25, $30 അല്ലെങ്കിൽ $40 മൂവ്മെന്റ്സ് ഉള്ള ട്രേഡുകളായിരുന്നു. മാക്സിമം ഒരു $20-30 ടാർഗറ്റ് ചെയ്യാവുന്ന ട്രേഡുകളായിരുന്നു. പക്ഷെ നല്ല ചെറിയ ചെറിയ ട്രേഡുകൾ എടുക്കാൻ താല്പര്യമുള്ള ആൾക്കാർക്ക് ആണെങ്കിൽ നല്ല ഓപ്പർച്യൂണിറ്റി ആയിരുന്നു കഴിഞ്ഞ ആഴ്ച. അപ്പോൾ നെക്സ്റ്റ് വീക്ക് നമ്മൾ ശ്രദ്ധിച്ച് നല്ലൊരു ബൈയിലേക്ക് മാത്രം നോക്കുക. നല്ല സെറ്റപ്പ് നമുക്ക് ഉറപ്പായിട്ട് നമുക്ക് ഒരു കൺഫർമേഷൻ ഒക്കെ വെച്ച് നമുക്ക് സ്റ്റോപ്പ് ലോസ് ഒക്കെ നമ്മുടെ റിസ്ക് ഒക്കെ മാനേജ് ചെയ്യാൻ പറ്റും എന്നുള്ള ഉറപ്പുള്ള ഒരു പൊസിഷനിൽ നിന്ന് മാത്രം ബൈ എടുത്ത് പോവുക. അപ്പോൾ ബാക്കിയുള്ള അപ്ഡേഷൻസ് നമ്മൾ വഴിയെ നമ്മൾ യൂട്യൂബിലായിട്ടും അതേപോലെ നമ്മുടെ മെൻഷൻ ഗ്രൂപ്പിലായിട്ടൊക്കെ നമ്മൾ ഇടുന്നതാണ്. അപ്പോൾ നമുക്ക് ജസ്റ്റ് നെക്സ്റ്റ് നമ്മുടെ ബ്രിട്ടീഷ് പൗണ്ടിലേക്ക് പോകാം. കറൻസിയിൽ നമ്മൾ ഓൾറെഡി നമ്മളുടെ 4 അവറിൻ്റെ ഒരു ഓബിയിൽ നിന്ന് നമ്മൾ ട്രേഡ് എടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ മൂവ്മെന്റ്സ് റണ്ണിങ് ആയിരുന്നു. പക്ഷെ എന്നാലും എനിക്ക് അതിൽ വലിയ കാര്യമായിട്ടുള്ളൊരു അതായത് ഫുൾ ടാർഗറ്റ് ഹിറ്റ് ചെയ്യാനുള്ള സാധ്യത ഇച്ചിരി കുറവായിട്ട് തന്നെയാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ നമുക്ക് എന്തായാലും അതൊന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ബ്രിട്ടീഷ് പൗണ്ടിലേക്ക് നമുക്ക് നോക്കാം. മന്തിന്റെ വെച്ച് നോക്കുമ്പോൾ പ്രൈസ് നല്ലൊരു ബിയർഷിലേക്ക് പോയിട്ടുണ്ട്. കഴിഞ്ഞ മന്തിന്റെ ഏകദേശം ഒരു 70% പ്രൈസ് താഴേക്ക് മൂവ് ചെയ്തിട്ടുണ്ട് അല്ലെ. നമുക്ക് വീക്കിലേക്ക് നോക്കാം എന്താണ് വീക്കിൽ സംഭവിച്ചത്. വീക്കിൽ പ്രൈസ് കഴിഞ്ഞ ആഴ്ച വന്ന പൊസിഷനിൽ നിന്ന് ബ്രേക്ക് ചെയ്തിട്ടൊന്നും പോയിട്ടില്ല. നല്ലൊരു ഫുൾ ബാക്ക് തന്നു. പക്ഷെ നല്ലൊരു ബിയറിഷിലേക്ക് തന്നെയാണ് മൂവ് ചെയ്തത്. എന്തുകൊണ്ടാണെന്നത് നമുക്ക് ആ ഒരു പൊസിഷനിൽ നമുക്ക് ഡേയുടെ ഐഡിയം ഉണ്ട്. ഉറപ്പായിട്ട് നിങ്ങൾ ഈ ഡേയുടെ ഐഡിയം എടുത്ത് പ്രൈസ് നിങ്ങൾക്ക് ഒരു ഫുൾ ബാക്ക് ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾ അവിടെ ബൈ നോക്കുക. ഈ പൊസിഷനിലേക്ക് വന്നെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾ ബൈ തന്നെ നോക്കിക്കോട്ടെ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലൊക്കെ നല്ലൊരു ബുള്ളിഷ് മൂവ്മെന്റ് നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് കിട്ടാനുള്ള സാധ്യതയുണ്ട്. സിംഗ് ട്രേഡിന് തന്നെ കിട്ടാനുള്ള സാധ്യതയുണ്ട്. അല്ലാതെ നമുക്കിപ്പോൾ 4 അവറിന്റെ ട്രേഡ് എങ്ങനെയാണ് പോകുന്നതെന്ന് നമുക്ക് നോക്കാം. നമുക്ക് ഈ ലോയിൽ നമുക്ക് ഈ ഹൈ ബ്രേക്ക് നടത്തിയതിനു ശേഷം ബോഡി ബ്രേക്ക് എഴുതാം. അപ്പോൾ ഇത് നല്ല സ്ട്രോങ് പൊസിഷൻ ആയിട്ട് മാറിയിട്ടുണ്ട്. അപ്പൊ ഈ ഒരു ഏരിയ സ്ട്രോങ് പൊസിഷൻ ആയിട്ട് മാറിയപ്പോൾ ഇത് ഐഡിയം എടുത്ത് ഇവിടെ വേറെ ഓബിയൊന്നും ഇല്ല. അപ്പൊ ഇത് ഇവിടെ ഒന്നെങ്കിൽ ഇവിടെ നിന്ന് പ്രൈസ് കയറി പോകണം. ഇപ്പൊ ഇത് ഈ ഒരു ലോ സ്ട്രോങ് ആണെന്ന് ഞാൻ പറയുള്ളൂ. ഒന്നെങ്കിൽ ഇവിടെ നിന്ന് കയറി പോകണമെങ്കിൽ ന്യൂസിന്റെ ഇതും കൂടി ആകുമ്പോഴത്തേക്ക് വാറിന്റേക്ക് ഇതും കൂടി ആകുമ്പോൾ കയറി തന്നെ പ്രൈസ് പോകാം. അല്ല ഒന്നെങ്കിൽ അതിന് ഈ ലോ ലിക്വിഡേറ്റ് ചെയ്താൽ വീണ്ടും പയ്യെ നിങ്ങൾക്ക് എടുക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്. അല്ല എന്നുണ്ടെങ്കിൽ മൺഡേ ഇവിടെ നിന്നൊരു നല്ലൊരു കൺഫർമേഷനിൽ ഇവിടെ നിന്ന് തന്നെ നിങ്ങൾ ബൈ എടുത്ത് പോവുക, ഹോൾഡ് ചെയ്യുക. അല്ല എങ്ങാനും പ്രൈസ് ആ ലോ ബ്രേക്ക് ചെയ്ത് അല്ലെങ്കിൽ ഡേയുടെ ഐഡിയയിൽ നിങ്ങൾക്ക് ഒരു നല്ലൊരു സിംഗ് ട്രേഡ് എടുക്കാവുന്നതാണ്. നമുക്ക് അതായിരിക്കും മെയിൻ ആയിട്ടുള്ള ട്രേഡുകൾ. എന്നാലും സെല്ലിലേക്ക് കിട്ടുന്ന ഓപ്പർച്യൂണിറ്റിയും പരമാവധി യൂസ് ചെയ്യുക. എന്ന് വെച്ചാൽ അത് എടുക്കരുതെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ നമ്മൾ പ്രൈസ് എങ്ങോട്ടാണോ കൂടുതൽ മൂവ് ചെയ്യാനുള്ളത്, അതായത് സിംഗ് ട്രേഡുകളിലെ ആ പൊസിഷനിൽ പ്രൈസ് വന്ന് കൺഫർമേഷൻ കിട്ടിക്കഴിഞ്ഞാൽ പ്രൈസ് അങ്ങോട്ടായിരിക്കും മൂവ് ചെയ്യുന്നത്. പക്ഷെ നമുക്ക് ഓപ്പോസിറ്റ് ട്രേഡുകൾ എടുക്കാം. പക്ഷെ പ്രീവിയസ് ഹൈയും പ്രീവിയസ് ലോ ഒക്കെ ടാർഗറ്റ് ചെയ്യണം മാത്രമേ ഉള്ളൂ. അപ്പൊ നമുക്ക് യൂറോയിസ്റ്റിലേക്ക് വരാം. യൂറോയിസ്റ്റിയും ഈ ഒരു മാസം ഒരു ബിയറിഷിലേക്കാണ് വന്നത്. കഴിഞ്ഞ ആഴ്ച ജസ്റ്റ് ഒന്ന് പ്രൈസ് ഒന്ന് ബിയറിഷിലേക്ക് വന്നിട്ടുണ്ട്. പക്ഷെ എന്നാലും ഒരു റേഞ്ചിൽ നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാം. പ്രൈസ് ഒരു ഫുൾ ബാക്ക് വരാനുള്ള സാധ്യത കൂടുതലാണെന്ന് ഞാൻ ഈ മന്തിന്റെ ക്യാൻഡിൽ വെച്ച് ഞാൻ പറഞ്ഞായിരുന്നു. അങ്ങോട്ട് തന്നെയാണോ പ്രൈസ് മൂവ് ചെയ്യണതെന്ന് നമുക്ക് നോക്കാം. ഇപ്പൊ നമുക്ക് ഈ ഒരു ആഴ്ചയിലായിട്ട് ഈ ഒരു റേഞ്ചിൽ തന്നെ വന്നു നിന്നു. ഞാൻ പറയണമെങ്കിൽ ഈ ഒരു ഓബി തന്നെ ധൈര്യമായിട്ടൊരു ലോങ് ടൈം ബൈ നോക്കാവുന്നതാണ്. പക്ഷെ ഞാൻ പറഞ്ഞില്ലേ പ്രൈസ് നമുക്കൊരു സെല്ലിലേക്കും പ്രൈസ് ഒരു ഓപ്പർച്യൂണിറ്റി തരുന്നുണ്ട് ആ മന്തിന്റെ ആ ഒരു ക്യാൻഡിൽ വെച്ച്. പക്ഷെ
നമ്മൾ ഈ അടുത്തൊരു ട്രേഡ് ആണെന്നുണ്ടെങ്കിൽ ഇപ്പൊ നമ്മളുടെ ബ്രിട്ടീഷ് പൗണ്ട് പോലെ തന്നെ സെയിം ആയിട്ട് നിൽക്കുന്നതാണ്, ചിലപ്പോൾ മൺഡേ വരുമ്പോൾ ഇത് രണ്ടും കയറി പോകാനുള്ള സാധ്യത കൂടുതലാണ്. അല്ല താഴേക്കൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ ഈ ഓബികളിൽ നിന്നൊക്കെ നിങ്ങൾക്ക് ലോങ് ടൈം ബൈ നോക്കാവുന്നതാണ്. കറൻസി ശരിക്കും പറഞ്ഞാൽ യൂറോയിസ്റ്റിയും അതേപോലെ തന്നെ നമ്മളുടെ ബ്രിട്ടീഷ് പൗണ്ട് ഏകദേശം സെയിം മൂവ്മെന്റ്സ് ആണ്. പക്ഷെ നമുക്ക് ഓസ്ട്രേലിയൻ ഡോളർ അങ്ങനെ ആയിരിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. നമുക്ക് മന്തിലേക്ക് വരാം. ഓസ്ട്രേലിയൻ ഡോളർ നല്ലൊരു ബുള്ളിഷിൽ നിൽക്കുകയാണ്. നമ്മൾ ലോങ് ടൈം ഒരു സെല്ല് പറഞ്ഞൊരു പൊസിഷനാണ്. പക്ഷെ ഞാൻ പറയണമെങ്കിൽ ഈ ഹൈക്ക് ഈ ലോ ബിഗ് ബ്രേക്കാണ് നടത്തിയിരിക്കുന്നത്. ഇത്ര സ്ട്രോങ് അല്ല, ഒരു പുൾ ബാക്ക് മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. വലിയ സിംഗ് ഒന്നും പറയാൻ പറ്റില്ല. നമുക്ക് വീക്കിലേക്ക് വരാം. വീക്കിലേക്ക് വരുമ്പോൾ ഈ സ്ട്രക്ചറൊക്കെ പ്രൈസ് ബ്രേക്ക് ചെയ്ത് പോയി. ഈ സ്ട്രക്ചറും പ്രൈസ് ബോഡി ബ്രേക്ക് ചെയ്യണമെങ്കിൽ സ്ട്രോങ് ആയിട്ട് പ്രൈസ് ബുള്ളിഷിലേക്ക് അല്ല എന്നെങ്കിൽ ഈ ഒരു ഏരിയ ഒരു പുൾ ബാക്ക് എടുക്കാനുള്ള ഒരു സാധ്യത കൂടുതലാണ്. നമുക്ക് ഡെയിലേക്ക് വരാൻ. ഡെയിലി ഒരു ഓബിയിലാണ് പ്രൈസ് നിൽക്കുന്നത്. ഇപ്പോഴും അത് ഫെയിൽ ആയിട്ടില്ല. നമുക്ക് ഇപ്പൊ ഈ ഒരു ഓബി ബുള്ളിഷ് ആണെങ്കിൽ ഈ ഒരു ഓബി റിയാക്ട് ചെയ്ത് നിൽക്കുന്നുണ്ട്. പുതിയ ബ്രേക്ക് ഓഫ് വന്നിട്ടില്ല. പക്ഷെ പ്രൈസ് ഒരു റേഞ്ചിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. പിന്നെ ഓസ്ട്രേലിയൻ ഡോളറിന്റെ ഒക്കെ മൂവ്മെന്റ്സ് ചില സമയത്ത് വളരെ ചെറുതായിരിക്കും, ചില സമയത്ത് കൂടുതലായിരിക്കും. അപ്പൊ എങ്ങനെയാണോ പ്രൈസ് കഴിഞ്ഞ ദിവസങ്ങളിൽ മൂവ് ചെയ്ത് അതനുസരിച്ചുള്ള ടാർഗറ്റുകൾ വെക്കുക. അല്ലാതെ ഒരുപാട് ടാർഗറ്റുകൾ വെച്ച് കഴിഞ്ഞാൽ ബ്രേക്കിന് സ്റ്റോപ്പ് ലോസ് അടിക്കാനുള്ള സാധ്യതയായിരിക്കും. കറൻസികളിൽ മെയിൻ ആയിട്ട് കൂടുതൽ, നമ്മുടെ ഗോൾഡ് പോലെയല്ല. അപ്പൊ നമുക്ക് 4 അവറിലാണെങ്കിൽ ഈ ഒബി ആക്റ്റീവ് ആണ്. അപ്പൊ ഇത് പുതിയ ബ്രേക്ക് സ്ട്രക്ചർ തരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സെല്ല് നോക്കാം. സെല്ല് നോക്കണമെങ്കിൽ ഞാൻ പറയണനുസരിച്ച് ഷോർട്ട് ടൈം നോക്കിയാൽ മതി. ലോങ് ടൈം നോക്കണമെങ്കിൽ നമുക്ക് ഈ വക ഈ രീതിയിലത്തെ എൻട്രികളൊക്കെ എടുക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. അപ്പോൾ എല്ലാവർക്കും നെക്സ്റ്റ് വീക്ക് നല്ല പ്രോഫിറ്റ് ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. വിഷ് യു ഓൾ ദി ബെസ്റ്റ്.